ശ്രീമതി വീണ ജോർജ് ആരോഗ്യമന്ത്രി. അവരുടെ ചരിത്രം ഇഴകീറി നമ്മൾ പരിശോധിക്കണം. അത് അവരുടെ മാധ്യമപ്രവർത്തകയാണ് അവരുടെ ഐഡൻറ്റിറ്റി. മനോരമയിൽ പണി തുടങ്ങി. അവിടെ നിന്നും ഇന്ത്യ വിഷൻ എന്നൊരു ചാനൽ അതിൻ്റെ അടച്ചു പൂട്ടിച്ച് പുക കാണും വരെ അവിടെ നിന്നു. അവിടെ നിന്ന് അവസരം കിട്ടിയപ്പോൾ മതത്തിൻ്റെ വ്യക്തി ആ മതത്തിൻ്റെ പ്രതിനിധി, അവരുടെ മതത്തിൻ്റെ പ്രതിനിധി എന്ന തലയ്ക്ക് ഇടതുപക്ഷത്തിന് കണ്ണൂരുള്ള സ്വാധീനം പോലെ തെക്ക് ക്രിസ്തീയ വിഭാഗത്തിലൊരു സ്വാധീനം ഉണ്ടാക്കുന്നതിന് വേണ്ടി ശ്രീമാൻ പിണറായി വിജയൻ തെരഞ്ഞെടുത്ത വ്യക്തിത്വമാണ് വീണ ജോർജ്. ഇവർ വലിയ സത്യസന്ധമായ മാധ്യമ പ്രവർത്തക എന്ന നിലയിലൊക്കെ മനോരമയിലും ഒപ്പം തന്നെ നമുക്കറിയാം ഇന്ത്യ വിഷനിൽ പ്രവർത്തിക്കുന്ന മുനീറിൻ്റെയൊക്കെ നേതൃത്വത്തിലുള്ള ഇന്ത്യ വിഷൻ അവിടെ കുഞ്ഞാപ്പയ്ക്കിട്ട് തന്നെ പണി കൊടുത്തു. ഐസ്ക്രീം കേസിലൊക്കെ പൊക്കിക്കൊണ്ടുവരാൻ അദ്ദേഹം എന്തോ ആത്മീയമായിട്ടുള്ള മക്ക മദീനയൊക്കെ പോയി ഉംറ നടത്തുന്ന സമയത്താണ് അദ്ദേഹത്തിൻ്റെ ഐസ്ക്രീം കേസ് വീണ്ടും പൊക്കിക്കൊണ്ടുവരിക. അങ്ങനെ ഒട്ടനവധി പ്രവൃത്തികൾ ചെയ്തിരുന്ന, ഒട്ടനവധി സത്യസന്ധയാണെന്ന് കാപ്പട്യത്തിൽ അലിഞ്ഞു ചേർന്ന ഈ വീണ ജോർജ് സത്യസന്ധതയായ വ്യക്തി എന്ന നിലയിൽ പുറമേക്ക് കാണിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഇന്ത്യ വിഷനിൽ കുഞ്ഞാപ്പയ്ക്കായിരുന്നു പണി, പിന്നെ PJ കുര്യനിട്ട് പണിയുക, ഇങ്ങനെയൊക്കെയായിരുന്നു. അവസാനം ഇതിൻ്റെ പുക കണ്ടു ഇന്ത്യ വിഷൻ്റെ. അതിൽ അഡ്വക്കേറ്റ് ജയശങ്കർ ഉണ്ടായിരുന്നു, പിന്നെ ജോർജ് പുളിക്കൻ, മുനീർ, ഇവരൊക്കെ പാടിക്കൂടിയാണ് ഈ ഇന്ത്യ വിഷൻ നടത്തിയിരുന്നത്. കുറേ സത്യങ്ങൾ വിളിച്ച് പറഞ്ഞിരുന്നു, പക്ഷേ എല്ലാ സത്യങ്ങളും വിളിച്ച് പറയാറില്ല. അങ്ങനെ ഇന്ത്യ വിഷൻ്റെ പുക കണ്ടപ്പോൾ പിന്നീട് പിണറായിനെ പിടിച്ച് ഇടതുപക്ഷ സർക്കാരിൽ ആരോഗ്യമന്ത്രിയായിട്ട് കയറി. ഈ ആരോഗ്യമന്ത്രിയായിട്ട് കയറിയത് നമ്മളൊക്കെ ബഹുമാനിക്കുകയും ആരാധിക്കുകയും നമ്മളിലൊക്കെ ഒരു തരം വ്യക്തമായി. കാരണം കോവിഡ് കാലഘട്ടം, നിപ്പ കാലഘട്ടത്തിനൊക്കെ കേരളത്തെ പ്രതിരോധിച്ച ആരോഗ്യമന്ത്രി ശൈലജ ടീച്ചറിനെ എടുത്ത് മാറ്റിയിട്ടാണ് ആ സ്ഥാനം കാട്ടിയത്. കാരണം ശൈലജ ടീച്ചറെ പോലെയുള്ള പ്രതിച്ഛായുള്ള വ്യക്തികൾ രാഷ്ട്രീയത്തിൽ വന്ന കള്ളക്കാപ്പട്യം നിറഞ്ഞവരൊക്കെ പുറമേ പോകുമെന്നുള്ളത് നമുക്കറിയാം. കാരണം ചില വ്യക്തികൾ പാർട്ടിക്ക് അതീതമായിട്ട് സത്യസന്ധമായി പെരുമാറുന്ന വ്യക്തികളാണ്. രാഷ്ട്രീയമായിട്ട് അവരെന്തെങ്കിലുമൊക്കെ വഴങ്ങിക്കൊടുക്കലുകൾ ഉണ്ടെങ്കിൽ പോലും. പക്ഷേ ശൈലജ ടീച്ചറെ പോലെയുള്ള ഒരു കേരളത്തിന് ആവശ്യമുള്ള ഒരു നേതാവായിരുന്നു ശൈലജ ടീച്ചർ. അവരുടെ സ്ഥാനം ആണ് അടിച്ചു മാറ്റി ഒരു സഭയുടെ പിന്തുണ, മതത്തിൻ്റെ പിന്തുണയ്ക്ക് വേണ്ടിയിട്ട് ഇടതുപക്ഷം എടുത്ത രാഷ്ട്രീയ നിലപാടാണ്. ഇന്നലെ ഇവർ വലിയൊരു ട്രെയിനിലായിട്ട് ഇറങ്ങിയിട്ട് നമുക്കറിയാവുന്ന പോലെ നമ്മളെല്ലാവരും വീഡിയോയിൽ കണ്ടതാണ്. KSU പ്രതിഷേധം, രാഷ്ട്രീയം, എല്ലാ പാർട്ടികളും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രതിഷേധിക്കും, ജയ് വിളിക്കും. പക്ഷേ ശാരീരികമായിട്ടൊന്നും ഈ ശ്രീമതി വീണ ജോർജിന് ഒന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ളത് നമുക്ക് ആ വീഡിയോയിലും ചിത്രത്തിലും കാണാം. എന്നാൽ ഇവർ പറയുന്നത് നമ്മളെ പ്രബുദ്ധ മലയാളി, പ്രബുദ്ധ കേരളം എന്ന് പറഞ്ഞ് പൊട്ടന്മാരാക്കി അവരെ പൊക്കി വെച്ച് താഴെ തള്ളുന്ന രീതിയിൽ മലയാളീനെ ഇട്ട് ചെകിട്ടത്തട്ടിക്കുന്നതിന് തുല്യമാണ് ഇവർ കാണിച്ചിട്ട് എന്നിട്ട് ICUയിൽ പോയി കിടക്കുന്നത്. ഇത് ഞാൻ കോൺഗ്രസ്, UDF, ഐക്യജനാധിപത്യ മുന്നണിയുടെ കോൺഗ്രസിനേക്കാളും കൂടുതലായിട്ട് കേരളത്തിൽ അതുക്കും നല്ലതായിരിക്കും ഇടതുപക്ഷം വരട്ടെ എന്ന് ഇത് ചെയ്യുന്നത്. കാരണം കോൺഗ്രസ് വന്നാൽ ഇസ്ലാമിക മതത്തിന് അടിമപ്പെട്ടു പോകും കേരളം. അതിലും നല്ലത് ഇടതുപക്ഷം. BJP വന്നാൽ അതിലും നല്ലത് മോഡിയുടെ നേതൃത്വത്തിലും അല്ലെങ്കിൽ രാജീവ് ചന്ദ്രശേഖരൻ്റെ നേതൃത്വത്തിലും അങ്ങനെയൊക്കെ രാഷ്ട്രീയത്തിന് അതീതമായിട്ട് ചിന്തിക്കേണ്ട കാലഘട്ടം നമുക്ക് വന്നു ചേർന്നിരിക്കുകയാണ്. എന്നിരുന്നാൽ പോലും ഈ ഒരുതരം ആഫ്രിക്കൻ രാജ്യങ്ങളിലോ വടക്കേ ഇന്ത്യയിലെ ചില ഭാഗങ്ങളിലോ ചില സംസ്ഥാനങ്ങളിലോ ഒരു ബുദ്ധിയും ഒരു കഴിവില്ലാത്ത വ്യക്തികളുടെ ഇടയിൽ കാണിക്കുന്ന പോലെയുള്ള ഇത്തരത്തിലുള്ള വീണ ജോർജിൻ്റെ കാപ്പട്യം, ഒരു നാണമില്ലാത്ത കളവ്, അതായത് പ്രതിച്ഛായയുടെ പേരും പറഞ്ഞുള്ള ഇത്ര ഒരു തരം നശിച്ച ഈ നാടകം കളി ഇലക്ഷന് മുമ്പുള്ള അത് നമ്മൾ നോക്കിക്കാണണം. ഇത് ഇടതുപക്ഷത്തിന് വലിയ വില നൽകേണ്ടി വരും. ഇത്രയുള്ള നാടകങ്ങൾ, അതായത് ഇവർക്ക് ICUയിൽ പോകേണ്ട ഒരു ആവശ്യമില്ല എന്നുള്ളത് നമുക്ക് കണ്ടാൽ തന്നെ അറിയാം. ഇത്രയുള്ള ഈ എന്താ പറയുക, ഒരു നാടകങ്ങൾ നമ്മൾ സമ്മതിച്ചു കൊടുക്കരുത്. ഇവരെ പോലെയുള്ളവർ ആണ് സമൂഹത്തിന് ഏറ്റവും വലിയ ദോഷം ചെയ്യുന്ന വ്യക്തികൾ. അപ്പോൾ ഇവരുടെ ആ ഒരു ചരിത്രം ഞാൻ പറയാനുണ്ടായ കാരണം എന്ന് വെച്ചത്, വെറും മതത്തിൻ്റെ പ്രതിനിധി, അതല്ലെങ്കിൽ ഈ പറഞ്ഞ മാതിരിയുള്ള രാഷ്ട്രീയമായിട്ടൊന്നും ഒരു മാധ്യമപ്രവർത്തക എന്ന നിലയിൽ പോലും ഇവർ
കേരളത്തിന് വളരെയധികം ദോഷം മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ. അതിനുശേഷം ഇത്തരത്തിലുള്ള ഒരു ICUയിൽ പോയി കിടന്നുള്ള ഒരു നാടകത്തിനുള്ള അക്രമമൊന്നും അവിടെ നടന്നിട്ടില്ല. അത് നമ്മളെ മലയാളീനെ കരിവാരി തേക്കുന്നതിനും പ്രബുദ്ധ കേരളം എന്നും പറഞ്ഞ് ചതിച്ച് പറ്റിച്ച് പൊട്ടന്മാരാക്കുന്ന ഈ പരിപാടി നമ്മൾ വോട്ടിംഗ് ഇതിൽ വീണ ജോർജിന് കാണിച്ചു കൊടുക്കണം. ഇടതുപക്ഷം പോട്ടെ, വീണ ജോർജിന് കാണിച്ചു കൊടുക്കണമെന്ന് ഞാൻ വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. ഇവരുടെ അത്ര കപടതം നിറഞ്ഞ ഒരു ആള് രാഷ്ട്രീയ നേതൃത്വത്തിലൊന്നും വരാൻ പാടില്ല. ജനങ്ങളും ഇടയ്ക്കിടയ്ക്ക് തിരിച്ചടിച്ച് അങ്ങോട്ട് കൊടുത്താലാണ് ഇവരെ പോലെയുള്ളവരൊക്കെ ഇത് മാന്യമായിട്ട് അങ്ങനെ ചോദിക്കണം, നാണമാവില്ലേ, പോയി ചത്തൂടെ നിനക്ക് എന്ന് ചോദിക്കാനുള്ള ധൈര്യം ജനങ്ങൾ വോട്ടിലൂടെ കാണിക്കണം ഇവരെ പോലെയുള്ള കപട വ്യക്തികളുടെ അടുത്ത്. എന്നാൽ മാത്രം ഇവർ ഇത് ഓക്കെ അവരാ ഈ KSU പിള്ളേരെന്തോ ജയ് വിളിച്ചു അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരെന്തോ ജയ് വിളിച്ചു എന്ന് പറഞ്ഞ് ഒരു അടിയൊന്നും നടന്നതായിട്ട് നമുക്കറിയില്ല. അടി അവിടെ നടന്നതായിട്ട് നമ്മൾ കണ്ടുമില്ല. കാരണം ഒട്ടനവധി വീഡിയോസ് പുറത്ത് വന്നിരുന്നു. അതിലൊന്നും തന്നെ എത്ര എഡിറ്റ് ചെയ്ത് കയറ്റിയാൽ പോലും അവർ അടിക്കുന്നതോ തല്ലുന്നതോ ICUയിൽ പോകാവുന്ന രീതിയിലൊന്നും വന്നിട്ടില്ല. അപ്പം മലയാളിനെ പറ്റിക്കാനും ചതിക്കാനും ഇതില്ല. ഇത് ഇടതുപക്ഷത്തിന് പോലും വലിയ വില കൊടുക്കേണ്ട സ്ഥിതിയിലായിരിക്കും കാര്യങ്ങൾ വരാമെന്നുള്ളത് ഇടതിൻ്റെ നേതൃത്വത്തിലുള്ളവർ മനസ്സിലാക്കിയാൽ നല്ലതായിരിക്കുമെന്ന് മാത്രമാണ് ഞാൻ ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്ന വിഷയം.